ശാന്തി 26/11/24 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ത്രിമൂർത്തി ബാബയുടെ കുട്ടികളാണ്. നിങ്ങൾക്ക് തൻ്റെ 3 കർത്തവ്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കണം: സ്ഥാപന, വിനാശം, പാലന. ചോദ്യം: ദേഹാഭിമാനത്തിൻ്റെ കടുത്ത രോഗം ബാധിക്കുന്നതിലൂടെ ഏതെല്ലാം നഷ്ടമുണ്ടാകുന്നു? ഉത്തരം: ദേഹാഭിമാനം ഉള്ളവരുടെ ഉള്ളിൽ അസൂയ ഉണ്ടായിരിക്കും. അസൂയ ഉള്ളത് കാരണം പരസ്പരം ഉപ്പുവെള്ളമായി ഇരിക്കുന്നു. സ്നേഹത്തോടെ സേവനം ചെയ്യാൻ സാധിക്കുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാര്യമാക്കാത്തവരായി ഇരിക്കുന്നു. മായ അവരെ വളരെയധികം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. പുരുഷാർത്ഥം ചെയ്ത് വാടിപ്പോകുന്നു. അത് കാരണം പഠനം തന്നെ ഒഴിവായി പോകുന്നു. ദേഹാഭിമാനം കാരണം ഹൃദയം സ്വച്ഛമല്ല. സ്വച്ഛ ഹൃദയം ഇല്ലാത്തത് കാരണം ബാബയുടെ ഹൃദയത്തിൽ കയറുന്നില്ല. മൂഡ് ഓഫ് ആക്കുന്നു. അവരുടെ മുഖം തന്നെ മാറിപ്പോകുന്നു. ഓം ശാന്തി. കേവലം ബാബയെ മാത്രം ഓർമ്മിക്കുകയാണോ, അതോ മറ്റെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കുട്ടികൾക്ക് സ്ഥാപന, വിനാശം, പാലന മൂന്നിൻ്റെയും ഓർമ്മയുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒരുമിച്ച് നടക്കുകയാണല്ലോ. ആരെങ്കിലും ബാരിസ്റ്ററി പഠിക്കുകയാണ് എങ്കിൽ ഞാൻ ബാരിസ്റ്ററാകും, വക്കാലത്ത് നടത്തും എന്ന് അവർക്ക് അറിയാമായിരിക്കും. ബാരിസ്റ്ററിയുടെ പാലനയും ചെയ്യുമല്ലോ. ആരെല്ലാം പഠിക്കുമോ അവർക്ക് എയിം മുന്നിലുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പവിത്രമായ പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ യോഗം വളരെ ആവശ്യമാണ്. യോഗത്തിലൂടെ തന്നെയാണ് പതീതമായി മാറിയ നമ്മുടെ ആത്മാവ് പാവനമാകുന്നത്. അപ്പോൾ നമ്മൾ പവിത്രമായി പിന്നെ പവിത്ര ലോകത്തിൽ പോയി രാജ്യം ഭരിക്കും. ഇത് ബുദ്ധിയിൽ വരേണ്ടതുണ്ട്. എല്ലാ പരീക്ഷകളിലും വെച്ച് ഏറ്റവും വലിയ പരീക്ഷ അഥവാ എല്ലാ പഠനങ്ങളിൽ വെച്ച് ഉയർന്ന പഠനം ഇതാണ്. പഠനങ്ങൾ അനേകം പ്രകാരത്തിലുള്ളവയുണ്ടല്ലോ. അതെല്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നു. ആ പഠനങ്ങൾ ഈ ലോകത്തിലേക്ക് വേണ്ടി ഉള്ളത് തന്നെയാണ്. പഠിച്ച ശേഷം അതിൻ്റെ ഫലം ഇവിടെ തന്നെ നേടും. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഈ പരിധിയില്ലാത്ത പഠനത്തിൻ്റെ ഫലം നമുക്ക് പുതിയ ലോകത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ആ പുതിയ ലോകം അകലെയല്ല. ഇപ്പോൾ സംഗമയുഗമാണ്. പുതിയ ലോകത്തിൽ തന്നെയാണ് നമുക്ക് രാജ്യം ഭരിക്കേണ്ടത്. ഇവിടെ ഇരിക്കുകയാണെങ്കിലും ബുദ്ധിയിൽ ഇത് ഓർമ്മിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് പവിത്രമാകുന്നത്. നമ്മൾ പവിത്രമാകും. പിന്നെ ഈ ഇംപ്യൂർ ലോകത്തിൻ്റെ വിനാശവും തീർച്ചയായും ഉണ്ടാകും എന്നതും ഓർമ്മ വയ്ക്കണം. എല്ലാവരും പവിത്രമാവുകയില്ല. നിങ്ങൾ വളരെ കുറച്ചു പേരിലാണ് ശക്തിയുള്ളത്. നിങ്ങളിലും നമ്പർ വൈസ് ശക്തി അനുസരിച്ച് തന്നെയാണല്ലോ സൂര്യവംശിയും ചന്ദ്രവംശിയുമാകുന്നത്. ശക്തി ഓരോ കാര്യത്തിലും ആവശ്യമാണ്. ഇതാണ് ഈശ്വരീയ മൈറ്റ്. ഇതിനെ യോഗബലത്തിൻ്റെ മൈറ്റ് എന്ന് പറയുന്നു. ബാക്കിയെല്ലാം ഭൗതിക മൈറ്റാണ്. ഇത് ആത്മീയ മൈറ്റാണ്. ബാബ കൽപ്പകൽപ്പങ്ങളിൽ പറയുന്നു, ഹേ കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. സർവശക്തിമാനായ ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്ന് ഒരേ ഒരു പിതാവാണ്. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ ആത്മാവ് പവിത്രമാകും. ഇത് ധാരണ ചെയ്യേണ്ട വളരെ നല്ല കാര്യങ്ങളാണ്. നമ്മൾ 84 ജന്മങ്ങളെടുത്തു എന്ന നിശ്ചയം ആർക്കില്ലയോ അവരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇരിക്കുകയില്ല. ആര് സദോപ്രധാന ലോകത്തിൽ വന്നിരുന്നുവോ അവർ തന്നെ ഇപ്പോൾ തമോപ്രധാനത്തിൽ വന്നിരിക്കുകയാണ്.
അവർ തന്നെയാണ് വന്ന് വേഗം നിശ്ചയബുദ്ധി ആകുന്നത്. അഥവാ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിക്കണം, പൂർണ്ണ രീതിയിൽ മനസ്സിലാക്കണം. അപ്പോഴാണ് ബാബയെയും ഓർമ്മിക്കാൻ കഴിയുന്നത്. മനസ്സിലാക്കുകയില്ലെങ്കിൽ ഓർമ്മിക്കാനും സാധിക്കില്ല. ഇത് നേരായ കാര്യമാണ്. നമ്മൾ ആത്മാക്കൾ സദോ പ്രധാനമായിരുന്നു, അവർ തന്നെ പിന്നെ തമോ പ്രധാനമായിരിക്കുന്നു. നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നുവെന്നും ബാബയിൽ നിന്നും കഴിഞ്ഞ കൽപ്പത്തിലും സമ്പത്തെടുത്തിട്ടുണ്ട് എന്നും എങ്ങനെ മനസ്സിലാക്കും എന്ന സംശയം ആർക്കുണ്ടായിരിക്കുമോ അവർ പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകില്ല. അവരുടെ ഭാഗ്യത്തിലില്ല എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും മനസ്സിലാക്കിയിരുന്നില്ല, അതിനാൽ ഓർമ്മിക്കാൻ സാധിക്കില്ല. ഇത് ഭാവിയിലേക്കുള്ള പഠനമാണ്. പഠിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുന്നു, കൽപ്പകൽപ്പങ്ങളിൽ പഠിക്കുമായിരുന്നില്ല, അഥവാ അല്പം മാർക്കോടെയാണ് പാസ്സായിരുന്നത്. സ്കൂളിൽ വളരെ പേർ ഫെയിൽ ആവുകയും ചെയ്യുന്നു. പാസ്സാകുന്നതും നമ്പർ അനുസരിച്ച് തന്നെയാണ്. ഇതും പഠനമാണ്. ഇതിൽ നമ്പർ അനുസരിച്ച് പാസ്സാകും. ആര് സമർത്ഥനാണോ അവർ പഠിച്ച് പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികളുടെ സെർവൻ്റാണ്. കുട്ടികളും പറയുന്നു, നമ്മളും സെർവൻ്റാണ്. ഓരോ സഹോദരി സഹോദരൻ്റെയും മംഗളം ചെയ്യണം. ബാബ നമ്മുടെ മംഗളം ചെയ്യുന്നു, നമ്മൾ പിന്നെ മറ്റുള്ളവരുടെ മംഗളം ചെയ്യണം. എല്ലാവർക്കും ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബയെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകും. എത്രത്തോളം ആര് മറ്റുള്ളവർ വളരെ പേർക്ക് സന്ദേശം എത്തിക്കുന്നുവോ അവരെ വലിയ സന്ദേശവാഹകൻ എന്ന് പറയും. അവരെ തന്നെയാണ് മഹാരഥി അഥവാ കുതിരസവാരി എന്ന് പറയുന്നത്. കാലാൾ പിന്നെ പ്രജയിലേക്ക് പോകുന്നു. ഇതിലും ആർക്കെല്ലാമാണ് ധനികരാകാൻ സാധിക്കുന്നത് എന്നതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കുട്ടികളായ നിങ്ങൾ ആരാണോ സർവീസിനായി നിമിത്തമായിരിക്കുന്നത്, സർവീസിന് വേണ്ടി തന്നെ ജീവിതം നൽകിയിരിക്കുന്നത്, അപ്പോൾ പദവിയും ഇങ്ങനെയുള്ളത് നേടും. അവർക്ക് ആരുടെയും ചിന്തയുണ്ടായിരിക്കില്ല. മനുഷ്യൻ സ്വന്തം കൈകാലുകൾ ഉള്ളവനാണല്ലോ, ബന്ധിക്കുവാൻ സാധിക്കില്ല. സ്വയം തന്നെ സ്വതന്ത്രമാക്കി വയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളവർ എന്തിന് ബന്ധനത്തിൽ കുടുങ്ങണം? എന്തുകൊണ്ട് ബാബയിൽ നിന്നും അമൃതെടുത്ത് അമൃതിൻ്റെ തന്നെ ദാനം ചെയ്തുകൂടാ? ആരെങ്കിലും എന്നെ കെട്ടിയിടുവാൻ തക്കവണ്ണം ഞാൻ ചെമ്മരിയാടുന്നുമല്ല. തുടക്കത്തിൽ കുട്ടികളായ നിങ്ങൾ എപ്രകാരമാണ് സ്വയം തങ്ങളെ മോചിപ്പിച്ചത്? കരഞ്ഞ് നിലവിളിച്ചു, അയ്യോ അയ്യോ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ പറയും, നമുക്ക് എന്താകുലതയാണുള്ളത്? നമുക്ക് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യണമോ അതോ ഈ കാര്യം ഇരുന്ന് ചെയ്യണോ? ആ ലഹരി കയറുന്നു. അതിനെ ഈശ്വരീയ ലഹരി എന്ന് പറയുന്നു. നമ്മൾ ഈശ്വരൻ്റെ ലഹരിയുള്ളവരാണ്. നിങ്ങൾക്കറിയാം ഈശ്വരനിൽ നിന്നും നമുക്കെന്താണ് പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒന്നിന് അനേകം നാമങ്ങളുണ്ട്, എന്നാൽ ചില നാമം വളരെ മധുരമാണ്. ഇപ്പോൾ നമ്മൾ ഈശ്വരീയ ലഹരി ഉള്ളവരായിരിക്കുകയാണ്. ബാബ ഡയറക്ഷൻ വളരെ സിമ്പിളായി നൽകുന്നു. ബുദ്ധിയും മനസ്സിലാക്കുന്നു. തീർച്ചയായും നമ്മൾ ബാബയെ ഓർമ്മിച്ച് സദോ പ്രധാനമായി മാറും. വിശ്വത്തിൻ്റെ അധികാരിയുമാകും. ഈ ചിന്ത ഉണ്ടായിരിക്കുകയാണ്. ബാബയെ ഓരോ നിമിഷവും ഓർമ്മിക്കേണ്ടതുണ്ട്. മുന്നിലിരിക്കുകയാണല്ലോ. ഇവിടെ നിന്നും പുറത്തിറങ്ങി പോവുകയും ചെയ്യും. ഇവിടെ എത്ര ലഹരി കയറുന്നുവോ അത്രയും പുറത്ത് ഉണ്ടായിരിക്കുന്നില്ല, മറന്നു പോകുന്നു. നിങ്ങൾ മറക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഭാഗ്യത്തിലില്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോഴും മറന്നു പോകുന്നു. കുട്ടികൾക്ക് വേണ്ടി മ്യൂസിയത്തിലും ഗ്രാമങ്ങളിലും സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സമയം ലഭിച്ചാലും ബാബ പറയുന്നു, വേഗം വേഗം ചെയ്യൂ. എന്നാൽ ഡ്രാമയിൽ വേഗം നടക്കുക സാധ്യമല്ല.
കൈ തൊട്ടാൽ വസ്തു തയ്യാറാകും വിധത്തിലുള്ള മെഷീനറി ഉണ്ടാകണം എന്ന് ബാബ പറയുന്നു. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല കുട്ടികളെ മായ മൂക്കിനും കാതിനും നല്ലവണ്ണം പിടികൂടുന്നു. ആരാണോ സ്വയം മഹാവീരനായി മനസ്സിലാക്കുന്നത് അവർക്ക് തന്നെയാണ് മായയുടെ വളരെയധികം കൊടുങ്കാറ്റുകൾ വരുന്നത്. പിന്നെ അവർ ആരെയും ഗൗനിക്കുന്നില്ല, മറച്ചു വയ്ക്കുന്നു. ആന്തരികമായി ഹൃദയം സത്യമല്ല. സത്യമായ ഹൃദയമുള്ളവർ തന്നെയാണ് സ്കോളർഷിപ്പ് നേടുന്നത്. പൈശാചിക ഹൃദയത്തിന് തുടരാൻ സാധിക്കില്ല. പൈശാചിക ഹൃദയം കാരണം തൻ്റെ തന്നെ തോണിയെ മുക്കുന്നു. എല്ലാവരുടെയും കാര്യം ശിവ് ബാബയുമായിട്ടാണ്. ഇത് നിങ്ങൾ സാക്ഷാത്കാരം കാണുന്നു. ബ്രഹ്മാവിനെയും തയ്യാറാക്കുന്നവൻ ശിവ് ബാബയാണ്. ശിവ് ബാബയെ ഓർമ്മിക്കണം. അപ്പോഴാണ് ഇങ്ങനെയാകുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മായ വളരെ ബലവാനാണ്. എങ്ങനെയാണോ എലി കടിക്കുമ്പോൾ അറിയാനും കഴിയുന്നില്ല, മായയും ഇങ്ങനെയുള്ള ലഹരി പിടിച്ച എലിയാണ്. മഹാരഥികൾക്ക് തന്നെയാണ് സൂക്ഷിച്ചിരിക്കേണ്ടത്. അവർ സ്വയം ഇത് മനസ്സിലാക്കുന്നില്ല. നമ്മളെ മായ വീഴ്ത്തിയിരിക്കുകയാണ്, ഉപ്പുവെള്ളം ആക്കിയിരിക്കുകയാണ്. ഉപ്പുവെള്ളം ആകുന്നതിലൂടെ നമുക്ക് ബാബയുടെ സർവീസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. ഉള്ളിൽ എരിഞ്ഞുകൊണ്ടേയിരിക്കും. ദേഹാഭിമാനമുണ്ട്, അതിനാൽ എരിയുന്നു. ആ അവസ്ഥയില്ല. ഓർമ്മയുടെ മൂർച്ച നിറയുന്നില്ല, അതിനാൽ വളരെ സൂക്ഷിച്ചിരിക്കണം. മായ വളരെ തീവ്രമാണ്. നിങ്ങൾ യുദ്ധമൈതാനത്തിലാണെന്നിരിക്കെ മായയും വിടുന്നില്ല. പകുതിയോ മുക്കാലോ ഇല്ലാതാക്കുന്നു. ആർക്കെങ്കിലും അറിയാൻ പോലും കഴിയുന്നില്ല. എങ്ങനെയുള്ള നല്ല നല്ല പുതിയവർ പോലും പഠനം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുന്നു. നല്ല നല്ല പ്രസിദ്ധരായവരിലും മായയുടെ യുദ്ധമുണ്ടാകുന്നു. മനസ്സിലാക്കിയിട്ടും കാര്യമാക്കാത്തവരാകുന്നു. ഒരൽപ്പം കാര്യത്തിൽ പെട്ടെന്ന് ഉപ്പുവെള്ളമായി മാറുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ദേഹാഭിമാനം കാരണം തന്നെയാണ് ഉപ്പുവെള്ളമാകുന്നത്. സ്വയം തന്നെ ചതിക്കുന്നു. ബാബ പറയും, ഇതും ഡ്രാമയാണ്. എന്തെല്ലാം കാണുന്നുവോ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഡ്രാമ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസ്ഥ താഴെയും മുകളിലും ആയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഗ്രഹപ്പിഴ ബാധിച്ചിരിക്കുന്നു. ചിലപ്പോൾ വളരെ നല്ല സർവീസ് ചെയ്ത് സന്തോഷ വാർത്ത എഴുതുന്നു. താഴെയും മുകളിലും ആയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ തോൽവി, ചിലപ്പോൾ ജയം. പാണ്ഡവർക്ക് മായയോട് ചിലപ്പോൾ തോൽവിയും ചിലപ്പോൾ ജയവും ഉണ്ടാകുന്നു. നല്ല നല്ല മഹാരഥികൾ പോലും കുലുങ്ങിപ്പോകുന്നു. ചിലർ മരിച്ചും പോകുന്നു. അതിനാൽ എവിടെ കഴിഞ്ഞാലും ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ, സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കൂ. നിങ്ങൾ സർവീസ് ചെയ്യുന്നതിനായി നിമിത്തമായിരിക്കുകയാണ്. നിങ്ങൾ യുദ്ധത്തിൻ്റെ മൈതാനത്തിലാണല്ലോ. ആരാണോ പുറത്ത് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയുന്നവർ അവർക്ക് ഇവിടെയുള്ളവരേക്കാൾ വളരെ തീവ്രമായി പോകാൻ സാധിക്കും. മായയുമായി പൂർണ്ണമായും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ബൈ സെക്കൻഡ് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ നിങ്ങളുടെ പാർട്ട് നടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾ പറയും, ഇത്രയും സമയം കടന്നുപോയി, എന്തെല്ലാം സംഭവിച്ചു? അതും ബുദ്ധിയിലുണ്ട്. മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിലുണ്ട്. ഇതുപോലെ ബാബയിൽ ജ്ഞാനമുണ്ട്. ഈ ദാദയിലും വരേണ്ടതാണ്. ബാബ സംസാരിക്കുന്നു, അപ്പോൾ തീർച്ചയായും ദാദായും സംസാരിക്കുന്നുണ്ടാകും. നിങ്ങളും അറിയുന്നുണ്ട് ആരെല്ലാമാണ് നല്ല ഹൃദയശുദ്ധി ഉള്ളവർ. ഹൃദയശുദ്ധി ഉള്ളവർ തന്നെയാണ് ഹൃദയത്തിൽ കയറുന്നത്. അവരിൽ ഉപ്പുവെള്ളത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല. സദാ ഹർഷിതമായിരിക്കുന്നു. അവരുടെ മൂഡ് ഒരിക്കലും തിരിയുകയില്ല. ഇവിടെയാണെങ്കിൽ വളരെ പേരുടെ മൂഡ് തിരിയുന്നു. കാര്യം ചോദിക്കുകയേ വേണ്ട. ഈ സമയത്ത് എല്ലാവരും നമ്മൾ പതീതമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ പതീത പാവനായ ബാബയെ വിളിച്ചിരിക്കുകയാണ്, വന്ന് പാവനമാക്കൂ.
ബാബ പറയുന്നു, കുട്ടികളെ, എന്നെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. അപ്പോൾ നിങ്ങളുടെ വസ്ത്രം സ്വച്ഛമാകും. എൻ്റെ ശ്രീമത്തിലൂടെ നടക്കൂ. ശ്രീമത്തിലൂടെ നടക്കാത്തവരുടെ വസ്ത്രം സ്വച്ഛമാവുകയില്ല. ആത്മാവ് ശുദ്ധമാകുന്നതേയില്ല. ബാബയാണെങ്കിൽ രാവും പകലും ഇതിന് തന്നെ ഊന്നൽ നൽകുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ ശ്വാസം മുട്ടുന്നത്. എത്രത്തോളം മുകളിൽ കയറുന്നുവോ അപ്പോൾ പ്രസന്നമാകുന്നു, ഹർഷിതമുഖരായി ഇരിക്കുകയും ചെയ്യുന്നു. ബാബയ്ക്കറിയാം, നല്ല നല്ല ഫസ്റ്റ് ക്ലാസ് കുട്ടികളുണ്ട്. പക്ഷേ ആന്തരിക അവസ്ഥ നോക്കുകയാണെങ്കിൽ ഉരുകുകയാണ്. ദേഹാഭിമാനത്തിൻ്റെ അഗ്നി ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ്. ഈ രോഗം പിന്നെ എവിടെ നിന്നും വന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, ദേഹാഭിമാനത്തിലൂടെയാണ് ഈ രോഗം വരുന്നത്. ദേഹി അഭിമാനിയെ ഒരിക്കലും രോഗം ബാധിക്കുന്നില്ല. വളരെ പേർ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനി ഭവ. ഈ രോഗം എന്തുകൊണ്ട് ബാധിച്ചു എന്ന് ചോദിക്കുന്നു. ബാബ പറയുന്നു, ഈ ദേഹാഭിമാനത്തിൻ്റെ രോഗം ഇങ്ങനെയാണ്, കാര്യം ചോദിക്കുകയേ വേണ്ട. ചിലർക്ക് ഈ രോഗം ബാധിക്കുമ്പോൾ പൂർണ്ണമായും പറ്റിച്ചേരുന്നു, വിടുന്നതേയില്ല. ശ്രീമത്തിലൂടെ നടക്കാതെ തൻ്റെ ദേഹാഭിമാനത്തിൽ നടക്കുന്നു. അപ്പോൾ വളരെ ശക്തമായി മുറിവേൽക്കുന്നു. ബാബയുടെ അടുക്കൽ എല്ലാ സമാചാരവും വരുന്നു. മായ എങ്ങനെയാണ് പൂർണ്ണമായും മൂക്കിന് പിടികൂടി വീഴ്ത്തുന്നത്? ബുദ്ധിയെ പൂർണ്ണമായും കൊന്നുകളയുന്നു. സംശയബുദ്ധിയായി മാറുന്നു. ഭഗവാനെ വിളിക്കുന്നു, വന്ന് നമ്മളെ കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയാക്കൂ. പിന്നെ ആ ഒന്നിൻ്റെയും വിരുദ്ധമാകുന്നു. അപ്പോൾ എന്ത് ഗതി ഉണ്ടാകും? പൂർണ്ണമായും വീണ് കല്ല് ബുദ്ധിയായി മാറുന്നു. കുട്ടികൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഈ സന്തോഷം ഉണ്ടായിരിക്കണം. സ്റ്റുഡൻറ് ലൈഫ് ഈസ് ദ ബെസ്റ്റ് എന്നത് ഇതാണ്. ബാബ പറയുന്നു, ഇതിനേക്കാൾ ഉയർന്ന ഏതെങ്കിലും പഠനമുണ്ടോ? ദി ബെസ്റ്റ് ഇതാണ്. 21 ജന്മങ്ങളുടെ ഫലം നൽകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പഠനത്തിൽ എത്ര അറ്റൻഷൻ നൽകേണ്ടതാണ്? ചിലരാണെങ്കിൽ തീർത്തും അറ്റൻഷൻ നൽകുന്നില്ല. മായ മൂക്കും കാതും പൂർണ്ണമായും മുറിക്കുന്നു. ബാബ സ്വയം പറയുന്നു, പകുതി കൽപ്പം ഇതിൻ്റെ രാജ്യം നടക്കുന്നു. അപ്പോൾ ഈ വിധം പിടികൂടുന്നു. ആ കാര്യം ചോദിക്കുകയേ വേണ്ട. അതിനാൽ വളരെ സൂക്ഷിച്ചിരിക്കൂ. പരസ്പരം ജാഗ്രത വരുത്തിക്കൊണ്ടിരിക്കൂ. ശിവബാബയെ ഓർമ്മിക്കൂ. ഇല്ലെങ്കിൽ മായ കാതും മൂക്കും മുറിക്കും. പിന്നെ ഒരു ഉപയോഗവും ഇല്ലാത്തവരായിരിക്കും. വളരെ പേർ നമ്മൾ ലക്ഷ്മി നാരായണൻ്റെ പദം നേടും എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഇമ്പോസിബിളാണ്. ക്ഷീണിച്ച് തളർന്നു പോകുന്നു. മായയോട് തോറ്റ് പൂർണ്ണമായും മാലിന്യത്തിൽ പോയി പതിക്കുന്നു. നോക്കൂ, നമ്മുടെ ബുദ്ധി കേടായിപ്പോയി എങ്കിൽ മനസ്സിലാക്കണം, മായ മൂക്കിന് പിടികൂടി. ഓർമ്മയുടെ യാത്രയിൽ വളരെ ബലമുണ്ട്. വളരെയധികം സന്തോഷം നിറഞ്ഞിട്ടുണ്ട്. സന്തോഷം പോലൊരു പോഷകമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. കടയിൽ ഉപഭോക്താക്കൾ വന്നുകൊണ്ടിരിക്കുകയും സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ആണെങ്കിൽ ഒരിക്കലും അവർക്ക് ക്ഷീണമുണ്ടാവുകയില്ല, വിശന്ന് മരിക്കുകയില്ല. വളരെ സന്തോഷത്തിലിരിക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ അളവറ്റ ധനം ലഭിക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. നോക്കണം, നമ്മുടെ പെരുമാറ്റം ദൈവികമാണോ അതോ ആസുരീയമാണോ? സമയം വളരെ കുറച്ചേ ഉള്ളൂ. അകാല മൃത്യുവിൻ്റെയും മത്സരം പോലെയാണ്. ആക്സിഡൻറ്റും മറ്റും നോക്കൂ, എത്രമാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തമോ പ്രധാന ബുദ്ധിയായിക്കൊണ്ടിരിക്കുന്നു. മഴ ശക്തമായി പെയ്യും. അതിനെയും പ്രകൃതിയാവുള്ള ആക്സിഡൻറ്റ് എന്ന് പറയും. മൃത്യു മുന്നിൽ വരാൻ പോകുന്നു. അറ്റോമിക് ബോംബ്സിൻ്റെ യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ഭയാനകമായ
കാര്യം ചെയ്യുന്നു. ശല്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ യുദ്ധവും പൊട്ടിപ്പുറപ്പെടും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈശ്വരീയ ലഹരിയിലിരുന്ന് സ്വയം തന്നെ സ്വതന്ത്രമാക്കണം. ഏതെങ്കിലും ബന്ധനത്തിൽ ബന്ധിക്കരുത്. മായയാകുന്ന എലിയിൽ നിന്നും വളരെയധികം സംരക്ഷിക്കണം. ജാഗ്രതയോടെ ഇരിക്കണം. ഹൃദയത്തിൽ ഒരിക്കലും പൈശാചികമായ ചിന്തകൾ വരരുത്. ബാബയിലൂടെ ഏതൊരു ജ്ഞാനത്തിൻ്റെ അളവറ്റ ധനം ലഭിക്കുന്നോ അതിൻ്റെ സന്തോഷത്തിലിരിക്കണം. ഈ സമ്പാദ്യത്തിൽ ഒരിക്കലും സംശയബുദ്ധിയായി ക്ഷീണിക്കരുത്. സ്റ്റുഡൻറ് ലൈഫ് ദ ബെസ്റ്റ് ലൈഫാണ്. അതിനാൽ പഠനത്തിൽ പരിപൂർണ ശ്രദ്ധ നൽകണം. വരദാനം: സദാ അലേർട്ടായിരുന്ന് സർവരുടെയും ആശകളെ പൂർത്തീകരിക്കുന്ന മാസ്റ്റർ മുക്തി ജീവൻ മുക്തി ദാതാവായി ഭവിക്കട്ടെ. ഇപ്പോൾ എല്ലാ കുട്ടികളിലും ഈ ഒരു ശുഭസങ്കല്പം എമർജാകണം. സർവരുടെയും ആശകൾ പൂർത്തീകരിക്കട്ടെ. ജനന മരണത്തിൽ നിന്നും മുക്തമായെങ്കിൽ എന്നതാണ് എല്ലാവരുടെയും ഇച്ഛ. അപ്പോൾ അതിൻ്റെ അനുഭവമുണ്ടാക്കൂ. ഇതിനു വേണ്ടി തൻ്റെ ശക്തിശാലി സതോപ്രധാന വൈബ്രേഷനിലൂടെ പ്രകൃതിയെയും മനുഷ്യാത്മാക്കളുടെ വൃത്തിയെയും ചേഞ്ച് ചെയ്യൂ. മാസ്റ്റർ ദാതാവായി ഓരോ ആത്മാവിൻ്റെ ആശകളെ പൂർത്തീകരിക്കൂ. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ദാനം നൽകൂ. ഈ ഉത്തരവാദിത്വത്തിൻ്റെ സ്മൃതി താങ്കളെ സദാ അലേർട്ടാക്കും. സ്ലോഗൻ: മുരളീധരൻ്റെ മുരളിയിൽ ദേഹത്തിൻ്റെ പോലും സുബോധം മറക്കുന്നവർ തന്നെയാണ് സത്യമായ ഗോപഗോപികമാർ. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ ഈ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളെ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ.
ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ ശുദ്ധ വൈബ്രേഷൻസ് അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്നചിത്തരായി മാറുന്നു.